രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ കുറിച്ചുള്ള പഠന പരമ്പരയുടെ 20ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് കൗൺസിൽ എന്ന വിഷയമാണ്. കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം നിരവധി കൗൺസിലുകൾ ഉണ്ടായിട്ടുണ്ട്. ശരാശരി 100 വർഷങ്ങൾക്കിടയിൽ ഒരു കൗൺസിൽ എന്നാണ് നമ്മൾ കാണുക. ആദിമ കൗൺസിലുകളൊക്കെ എന്നാൽ വളരെ ചുരുങ്ങിയ കാലങ്ങൾക്കിടയിലാണ് സംഭവിച്ചിട്ടുള്ളത്. സഭയുടെ കൗൺസിലുകളെ ഐക്യരാഷ്ട്രസഭയോടോ ജനീവയിലുള്ള സഭകളുടെ ലോക കൗൺസിലിനോടോ താരതമ്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളല്ല കൗൺസിലിൽ പങ്കെടുക്കുന്നത്. സഭയിലെ നിലനിൽക്കുന്ന അംഗങ്ങളാണ് കൗൺസിലുകളിൽ പങ്കെടുക്കുക. കൗൺസിലുകളിലൂടെയാണ് സഭയുടെ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കപ്പെടുന്നത്. അതായത് സഭയുടെ പരമാധികാര ബോഡിയാണ് കൗൺസിൽ. എന്നാൽ ഈ കൗൺസിലുകൾ മാർപ്പാപ്പായ്ക്ക് കീഴിലാണ് ഒരു പരിധിവരെ. എന്നാൽ മാർപ്പാപ്പ കൗൺസിലുകൾക്ക് കീഴിലുമാണ്. മാർപ്പാപ്പയുടെ തീരുമാനങ്ങളാണ് കൗൺസിലുകൾ വിളിച്ചു കൂട്ടുക. കൗൺസിലിൻ്റെ തീരുമാനങ്ങളാണ് മാർപ്പാപ്പ നടപ്പാക്കുക. എന്നാൽ മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾ വിരുദ്ധമായി പ്രവർത്തിക്കാനായിട്ട് കൗൺസിലുകൾക്ക് സാധിക്കുകയില്ല. കൗൺസിലുകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ നിശ്ചയിക്കാനായിട്ട് മാർപ്പാപ്പായ്ക്ക് സാധിക്കും. മാർപ്പാപ്പയാണോ കൗൺസിലാണോ പരമാധികാരം എന്ന ചോദ്യം നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതാണ്. മാർപ്പാപ്പായും കൗൺസിലും തുല്യമായി പരമാധികാരികളാണ്. എങ്കിലും മാർപ്പാപ്പായ്ക്ക് ഒരു തരി കൂടി സ്വാധീനം കൂടുതലുണ്ട് എന്ന് പറയേണ്ടി വരും. അതായത് കൗൺസിലുകളിലൂടെ സഭയുടെ പരമാധികാരം സഭ പ്രഖ്യാപിക്കുന്നു. മാർപ്പാപ്പമാർ സഭയിൽ കൗൺസിലുകളുടെ തീരുമാനങ്ങൾ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു. സഭയുടെ പരമാധികാര ബോഡിയായി കൗൺസിലുകൾ നിലകൊള്ളുന്നു. കൗൺസിലുകൾ എന്താണെന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ പറയാനായിട്ട് സാധിക്കും. കത്തോലിക്ക സഭയുടെ പരമാധികാര ബോഡിയാണ് കൗൺസിൽ.